ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവനവനിലേക്ക് തിരിയേണ്ട കാലം. അവസാനം വരെ കൂടെ നടക്കുമെന്ന് ഉറപ്പു നൽകിയവൻ ഒറ്റിക്കൊടുക്കുമ്പോൾ ഹൃദയം നുറുങ്ങാതിരിക്കാൻ അസാമാന്യ ധൈര്യം വേണം. അന്ത്യത്താഴവേളയിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, ഇത് ശിഷ്യന്മാരിൽ ആശങ്ക ഉളവാക്കി. എന്നാൽ എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തും എന്ന തിരുവെഴുത്ത് നിവർത്തിയാകേണ്ടതിനാണ്. അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു. അശ്വതി പുരുണ്ട ചെമ്മരിയാടിനെ പോലെയായിരുന്നില്ല, മറിച്ച് ആ ചെളിയിൽ ആനന്ദം കണ്ടെത്തുന്ന പന്നിക്കുട്ടിയെ പോലെയായിരുന്നു യൂദാസ്. തുടർന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നീയും ഞാനും യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനാണെന്ന് അറിയേണ്ടത് നിന്റെ ഭാഗിക സൗന്ദര്യമോ ധരിച്ചിരിക്കുന്ന വസ്ത്രമോ അല്ല, മറിച്ച് യേശു കാണിച്ചു തന്ന സ്നേഹം. ഹൃദയത്തെ ഹൃദയം കൊണ്ട് സ്പർശിച്ചവന് ഒരിക്കലും വഴിയരികിൽ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അവൻ കുരിശിൻ ചുവട്ടിൽ നിൽക്കും. അവനാണ് യഥാർത്ഥ ശിഷ്യൻ. പത്രോസിന്റെ സ്നേഹത്തെ യേശു പരീക്ഷിക്കുന്നുണ്ടല്ലോ. നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നാൽ ഒരാപത്ത് സമയത്ത് 3 തവണ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ എടുത്ത സമയം വേണ്ടി വന്നില്ല ഒരു തവണ തള്ളി പറയാൻ. അതുകൊണ്ടാണ് ഈ സ്നേഹമെന്ന വാക്ക് കേൾക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും കണ്ണു നിറയുന്നത്. മടങ്ങിപ്പോകട്ടെ ആ ആദ്യ സ്നേഹത്തിന്റെ വിരുന്ന് മേശയിലേക്ക്. അവനവന്റെ വയലിലെ നിധി ഖനനം ചെയ്ത് ഒരിഞ്ചെങ്കിലും അവനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആത്മാവിന് സുഗന്ധമുള്ള അലങ്കാരങ്ങൾ ആവശ്യമാണ്. അതിന് ചില ത്യാഗങ്ങൾ ജീവിതത്തിൽ നല്ലതാണ്. ഇന്നേ ദിവസത്തെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ആമേൻ.